ഹലോ. അപ്പോൾ ഈ നിൽക്കുന്ന ആമ്പൽക്കുളം പോലെ തന്നെ നമുക്കിന്നൊരു കുഞ്ഞ് ബേസിൻ വെച്ചിട്ടൊരു താമരക്കുളം സെറ്റാക്കാം. ആദ്യം തന്നെ നമ്മുടെ അയ്യത്തുനിന്ന് എടുത്ത കുറച്ച് മണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് താമര നിൽക്കുന്നത് ചേറിലാണല്ലോ, അപ്പം മണ്ണല്പം കുഴഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പൈപ്പ് വെച്ചിട്ടൊരല്പം വെള്ളം, അധികം ആയി പോരുത്, അല്പം വെള്ളം നമ്മളൊന്ന് തളിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ താമര നടുമ്പോൾ അതിന് നല്ല രീതിയിൽ വെയിൽ തട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ താമര നടാൻ. എന്നാൽ മാത്രമേ അതിന് വളർച്ച ഉണ്ടാകുകയുള്ളൂ, ഒപ്പം അതിൽ മൊട്ടുകളും പൂവുകളും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, താമര നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ടാകണം. ഇപ്പം ഞാൻ കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കുന്നു. ഒപ്പം അതിനകത്തിലെ കുറേ കല്ലും ഒക്കെ എടുത്ത് മാറ്റിക്കളയണം. നമുക്ക് ജസ്റ്റ് മണ്ണ് മാത്രം മതിയാകും. നമ്മുടെ കയ്യിൽ മെയിനായിട്ടും താമരയുടെ 2 ട്യൂബേഴ്സാണുള്ളത്. അപ്പോൾ അത് ഇല ഉള്ള ഭാഗം മേപ്പോട്ട് വെച്ച് വേര് താഴോട്ട് പോകുന്ന രീതിയിൽ നമ്മളതിനെ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, ഫോക്സ് ടെയിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് മീനുകളെ ഒന്ന് ഹൈഡ് ചെയ്ത് നിൽക്കാം, മീൻ കുഞ്ഞുങ്ങൾക്കൊന്ന് ഹൈഡ് ചെയ്ത് നിൽക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാനത് ഷ്രിംസിനെ ഇടുന്നുണ്ട്. ഷ്രിംസ് എപ്പോഴും ഹൈഡ് ചെയ്യുന്നൊരു സ്ഥലം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഫോക്സ് ടെയിലും ഒക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തിലെ ചരൽ, അതിൻ്റെ മുകളിൽ ചരലും കുറച്ച് കളർ പെബിൾസും ഇട്ടു, അടിയിലത്തെ മണ്ണ് ഇളകാതിരിക്കാൻ. ഇനി നമുക്ക് പതുക്കെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ അതിനകത്തിൽ കുറച്ച് മീനിനെ ഇറക്കി വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെള്ളം അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. അപ്പം മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം. ഇതൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം വെള്ളമൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തിൽ തന്നെത്താനെ ആൽഗയൊക്കെ ഫോം ആകണം. അന്നേരം മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളം ക്ലീനായി കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനിടയിൽ ആൽഗേസ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വെയിലടിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.